ആ 3 പോയിന്റ്സ് ആണുള്ളത്. ഫോഗ്, ഹെയിൽ ആൻഡ് സ്നോ. ഇത് മൂന്നും കൂടി കവർ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? എഗെയിൻ വാട്ടർ പൊല്യൂഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വാട്ടറിന്റെ ഭാഗം കൂടി ആയാലേ നമ്മുടെ പോർഷൻ ഫിനിഷ് ആവുള്ളൂ. സോ നമുക്ക് നോക്കാം അല്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതാണ്? നമ്മൾ കണ്ടൻസേഷൻ അതിന് മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ വാട്ടർ സൈക്കിൾ ആണ് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ വാട്ടർ സൈക്കിൾ ഒന്ന് വായിച്ചേ മോളെ ആഗ്നസ്. വാട്ടർ സൈക്കിൾ. The heat from the sun evaporates the water from the land and the sea. This water vapor goes up into the air and cools to form tiny water droplets. This conduction takes place. These tiny droplets join to form clouds. Many water droplets join together to form big water drops. When the water drops became too heavy, they fall down as rain. Okay. Water cycle. It is about a water cycle. The heat from the sun evaporates the water from the land and the sea. We know that. എന്താണല്ലേ നമ്മുടെ കരയിലും കടലിലും ഒക്കെയുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? സണ്ണിന്റെ ചൂടിനെ ഇവാപ്പറേറ്റ് ചെയ്ത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു. ദിസ് വാട്ടർ വേപ്പർ ഗോസ് അപ്പ് ഇൻ ടു ദ എയർ ആൻഡ് കൂൾസ് ടു ഫോം ടൈനി വാട്ടർ ഡ്രോപ്സ്. എങ്ങനെയാണ് ഇത് മുകളിലേക്ക് പോയി ചെറിയ വെള്ളത്തുള്ളികളായിട്ട് അവിടെ ഫോം ചെയ്യുന്നു അല്ലേ. അതായത് ചൂടാകുമ്പോൾ മുകളിലേക്ക് പോയ നീരാവി കണ്ടൻസേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? നീരാവി വീണ്ടും വെള്ളമാകുന്നു എന്ന് പഠിച്ചുവല്ലോ. അപ്പൊ ഈ മുകളിലേക്ക് പോയ വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ എന്താകും? വീണ്ടും വാട്ടർ ആയിട്ട് കണ്ടൻസേറ്റ് ചെയ്യും അല്ലെ. അവിടെയാണ് കണ്ടൻസേഷൻ പ്രോസസ് നടക്കുന്നത്. ദെൻ അതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഈ ടൈനി വാട്ടർ ഡ്രോപ്സ്, ടൈനി എന്താണ്? ചെറിയ ചെറിയ വെള്ളത്തിന്റെ തുള്ളികളൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടെ എന്താകും? വലിയ ഒരു വാട്ടർ ഡ്രോപ്പ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് അവസാനം ഇത് എന്താകും? വളരെ ഹെവി ആകുമ്പോൾ താഴോട്ട് പൊഴിയാൻ വേണ്ടി തുടങ്ങും. സോ അതിനെയാണ് നമ്മൾ മഴ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ടർ സൈക്കിൾ. അങ്ങനെ മഴയായിട്ട് വരുന്ന വെള്ളം വീണ്ടും എന്ത് ചെയ്യും? സണ്ണിന്റെ ചൂടിനെ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നടക്കുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ വി കോൾഡ് വാട്ടർ സൈക്കിൾ. ദെൻ ഡ്യൂ. നെക്സ്റ്റ് ഡ്യൂ ആണ്. ഡ്യൂ. നിഹാൽ ഒന്ന് വായിച്ചേ മോനെ. ഡ്യൂ. When the water vapor in the air condenses and appears as droplets on the ground and other surface, it is called dew. We often see dew drops early in the morning after a cold night on leaves, flowers, and vehicles parked in the open. Yes, that is dew. എന്താണ്? നമ്മള് when the water vapor in the air condenses and appears as droplets on the ground and other surface. മുകളിലേക്ക് പോയ നീരാവി തണുത്തിട്ട് എന്താകും? വെള്ളത്തിന്റെ തുള്ളികൾ പോലെയായിട്ട് നമുക്കത് നമ്മുടെ നിലത്തും മറ്റ് ഉപരിതലങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി കഴിയും. നല്ല തണുപ്പുള്ള രാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെടിയുടെയും പൂക്കളുടെയും പുറത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെയും ഒക്കെ മുകളിൽ വെള്ളത്തിന്റെ തുള്ളികളായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും എന്ന് ആണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പുറത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെയും നമ്മുടെ ചെടികളുടെയും ഇലകളുടെയും ഒക്കെ മുകളിൽ വെള്ളത്തിന്റെ തുള്ളികൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ? അതെന്താണ്? മഴ പെയ്തതാണോ? നോ, ദാറ്റ് ഈസ് ഡ്യൂ. അതിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ഡ്രോപ്സ്. ആൻഡ് ദെൻ സെബ നെക്സ്റ്റ് ഫ്രോസ്റ്റ്. Frost. When it is very cold, dew drops freeze into tiny ice crystals. This is called frost. Yes,
when it is very cold and dewdrops freeze into tiny ice crystal. നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഈ ഡ്യൂഡ്രോപ്സ്, അതായത് ഇങ്ങനെ വീഴുന്ന ഈ തുള്ളികള്, ഈ മഞ്ഞിന്റെ തുള്ളികള് എന്താകുന്നു? ചെറിയ ഐസ് ക്രിസ്റ്റൽ ആയിട്ട് മാറുന്നു. നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഇതെന്താകും? ഐസ് ആകും അല്ലേ? സോ അതിനെയാണ് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫ്രോസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? സോ ഈ മഞ്ഞു തുള്ളികള് ഐസ് കഷ്ണങ്ങളായിട്ട് മാറുന്ന അതിനെയാണ് എന്ത്? ഫ്രോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഫോഗ് ആണ് നമുക്കിനി എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഫോഗ്? ഫോഗും മഞ്ഞ് എന്നുള്ള മീനിങ് തന്നെയാണ് അല്ലെ? മൂടൽ മഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? രാവിലെ ഒക്കെ എഴുന്നേൽക്കുമ്പോ എന്താണ് ഈ കുറെ ഈ മലയോര മേഖലയിലൊക്കെ, മലയുടെ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റും അല്ലെ? നമ്മുടെ പുളിങ്ങോം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് നന്നായിട്ട് ഈ ഫോഗൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ഓൺ വിന്റർ മോർണിംഗ്സ് water vapor in the air condenses on dust particles. This forms clouds just above the ground. This is called fog. You cannot see things even close to you when there is a fog. Many road accidents happen due to fog, as drivers cannot see clearly. എന്താണ്? നല്ല മഞ്ഞുള്ള ദിവസം രാവിലെ വാട്ടർ വേപ്പർ ഇൻ ദ എയർ കണ്ടൻസസ് ഓൺ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. എന്താകുന്നു? ഈ വാട്ടർ വേപ്പർ എന്താകും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും അല്ലേ? ദെൻ ദിസ് ഫോംസ് ക്ലൗഡ്സ് ജസ്റ്റ് എബവ് ദ ഗ്രൗണ്ട്. ഇതെന്താകും? നമ്മുടെ തറയുടെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? മഞ്ഞ് പോലെ മൂടി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ തൊട്ട് നമ്മുടെ നിലത്തല്ല, അതിന്റെ കുറച്ച് എബൗലായിട്ട് നമുക്ക് എന്ത് കാണാം? മേഘങ്ങളെ പോലെ ഈ മഞ്ഞുകൾ ഇങ്ങനെ മൂടി നിൽക്കുന്നത് കാണാറില്ലേ നിങ്ങള്? നമ്മള് അത് കാണുമ്പോ എന്താണ്? കോടമഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയും. കോടമഞ്ഞ്, മൂടൽമഞ്ഞ് ഒക്കെ ശരിയായ വേർഡാണ്. എന്താണ്? നമ്മൾ നോക്കുമ്പോ മേഘങ്ങൾ പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലെ കാണാൻ വേണ്ടി. സോ അതങ്ങനെ കാണും. ദിസ് ഇസ് കോൾഡ് ഫോഗ്. അതിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. അതായത് നല്ല തണുപ്പുള്ള ദിവസം രാവിലെ എന്താണ്? നമ്മുടെ ചുറ്റും അല്ലെ? ആകാശത്തിലാണോ കാണാൻ പറ്റുക? അല്ല, നമ്മുടെ തൊട്ട് മുമ്പിൽ അങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? സോ അതിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. Then you cannot see things even close to you when there is fog. അവിടെ മുഴുവൻ ഫോഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ? കാണാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു അല്ലെ? നമ്മുടെ അടുത്തേക്കാ വരുന്നതെങ്കിൽ പോലും അവര് നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിയാൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. നിറയെ ഫോഗ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. Then many road accidents happen due to fog as drivers cannot see clearly. അതായത് ഈ ഫോഗ് ഉണ്ടാവുമ്പോൾ ഒരുപാട് റോഡ് ആക്സിഡൻസ് ഒക്കെ നടക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർക്ക് മുമ്പിലുള്ളത് കാണാൻ വേണ്ടി പറ്റില്ല അല്ലെ? ഈ ഫോഗിന്റെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടി പോവുകയാണെങ്കിൽ എന്താണ്? ഡ്രൈവേഴ്സിനൊക്കെ മുമ്പിൽ എന്താണ് ഉള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റാതെ ഒരുപാട് ആക്സിഡൻസും നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? ദെൻ അതിന്റെ താഴെ എന്താണ്? ഡ്യൂ ഡ്രോപ്സ് ഓൺ എ ലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണത്? ഒരു ഇലയുടെ മുകളിൽ മഞ്ഞുതുള്ളിയുള്ള ഫോട്ടോ ആണല്ലേ ഇത്? ഇങ്ങനെ കണ്ടില്ലേ നിങ്ങള്? ഇലയുടെ ഒക്കെ മുകളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇങ്ങനെ ഡ്യൂ ഡ്രോപ്സ് കാണാറുണ്ട്. ദെൻ ഫോഗ്. ഫോഗ് ക്ലിയർ ആയോ? എന്താണ്? നമ്മൾ കാണുന്ന ആ മൂടൽ മഞ്ഞിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. നല്ല തണുപ്പുള്ള ദിവസം രാവിലെ നമ്മൾ കാണുന്ന ആ മൂടൽ മഞ്ഞ് അല്ലെ? നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത അത്രയും മൂടൽ മഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഫോഗ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, hail. When raindrops pass through a very cold region of air, they freeze and become hail. എന്താണ് hail? When raindrops, നമ്മുടെ ഈ മഴത്തുള്ളികള് pass through a very cold region of air, നല്ല തണുപ്പുള്ള, വളരെ തണുപ്പുള്ള എന്താണ് എയറിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ, എയറിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോ നമ്മുടെ മഴത്തുള്ളികള് നല്ല തണുപ്പുള്ള എയറിന്റെ അടുത്തു കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരെന്തായിട്ട് മാറും? ദേ ഫ്രീസ് ആൻഡ് ബിക്കം ഹെയിൽ. നമുക്കറിയാം, നമ്മള് വെള്ളം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ
എന്താവും? ഐസ് ക്യൂബ്സ് ആകും അല്ലേ? സോ അതുപോലെ തന്നെയാണ് ഐസ് ക്യൂബ്സ് ആവുന്നത് എന്തുകൊണ്ടാണ്? നല്ല തണുപ്പായതുകൊണ്ടാണ് അല്ലേ? ഫ്രീസറിന്റെ അകത്ത് വളരെ നല്ല തണുപ്പാണ്. സോ അത് പെട്ടെന്ന് നമ്മുടെ വെള്ളം ഐസ് ക്യൂബ്സ് ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് നല്ല തണുപ്പുള്ള അതിലെ കൂടെ മഴവെള്ളം റെയിൻ ഡ്രോപ്സ് പോകുന്ന സമയത്ത് എന്താവും? അത് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും അല്ലേ? വെള്ളം എന്നുള്ളത് ഐസ് കഷ്ണങ്ങളാകും. അതിനെയാണ് ഹെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഹെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ഹെയിൽന്ന് കേട്ടില്ല അല്ലേ? കേട്ടേ ഇല്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണത്. ആലിപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഹെയില്. ഇപ്പൊ കേട്ടിട്ടുണ്ടല്ലോ. ആലിപ്പഴത്തിനെയാണ് നമ്മൾ എന്ത്? ഹെയിൽ എന്ന് പറയുന്നത്. നല്ല മഴയുള്ള സമയത്ത് ആലിപ്പഴം വീഴുന്നൊക്കെ പറയാറുണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പെറുക്കി എടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? നല്ല മഴയത്ത് ആലിപ്പഴം വീഴാറുണ്ട്. അപ്പോൾ ആലിപ്പഴത്തിനെയാണ് ഹെയിൽ എന്ന് പറയുന്നത്. അതായത് നല്ല തണുപ്പുണ്ടാവുമ്പോൾ ഈ മഴത്തുള്ളികൾ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അത് താഴോട്ട് വീഴുന്നു അല്ലേ? ആലിപ്പഴം. ഇപ്പോഴൊന്നും എന്താണ്, എത്ര നല്ല മഴ പെയ്താലും ഇപ്പോഴും എന്താണ്, അടുത്ത കാലത്തൊന്നും ആലിപ്പഴം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? മുമ്പ് നമ്മുടെയൊക്കെ ചെറുതിൽ എന്താണ്, എപ്പോഴും മഴയുണ്ടാകുമ്പോൾ നന്നായിട്ട് ആലിപ്പഴമൊക്കെ വീഴാറുണ്ട്. ഇപ്പോൾ വളരെ ചുരുക്കമാണ് ആലിപ്പഴം കാണുക എന്നൊക്കെ ഉള്ളത്. എന്നാലും ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ട് അല്ലേ? പെറുക്കിയിട്ടുമുണ്ട്. സോ ആലിപ്പഴമാണ് ഹെയിൽ എന്ന് വെച്ചാല്. Then snow. When water vapor is suddenly cooled, it freezes into tiny white snowflakes. എന്താണ്? വാട്ടർ വേപ്പർ ഈസ് സഡൻലി കൂൾഡ്. നമ്മുടെ നീരാവി പെട്ടെന്ന് തണുക്കുമ്പോൾ അതെന്താകും? ഫ്രീസ് ആകും, കട്ടയാവും അല്ലേ? ഫ്രീസ് ഇൻറ്റു ടൈനി വൈറ്റ് സ്നോഫ്ലേക്സ്. ചെറിയ നേർത്ത മഞ്ഞ് കഷ്ണങ്ങളായിട്ട് മാറും. അതിനെയാണ് എന്ത്? സ്നോ എന്ന് പറയുന്നത്. സ്നോ എന്നുള്ള വേർഡിന്റെ മീനിങ്ങും എന്താണ്? മഞ്ഞാണ്. എന്താണ്? ഡ്യൂവും ഒക്കെ, ഡ്യൂ, സ്നോ, ഫോഗ് ഇതൊക്കെ സെയിം ആണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഫോമിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഫോഗ് എന്താണ്? മൂടൽ മഞ്ഞാണ്. ദെൻ ഡ്യൂ എന്താണ്? ഡ്യൂ മഞ്ഞുതുള്ളി. ദെൻ സ്നോ മഞ്ഞ്. ഇതൊക്കെ സെയിം കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? വെൻ വാട്ടർ വേപ്പർ ഈസ് സഡൻലി കൂൾഡ്, നമ്മുടെ ഈ വാട്ടർ വേപ്പർ നീരാവി പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് അതെന്താകും? ഫ്രീസ് ചെയ്യും അല്ലേ? കട്ടയാകും. ദെൻ ഇൻറ്റു ടൈനി വൈറ്റ് സ്നോഫ്ലേക്സ്, ചെറിയ വെളുത്ത മഞ്ഞ് കഷ്ണങ്ങളായിട്ട് അത് മാറും അല്ലേ? എന്താണ്? വളരെ നേർത്തതാണത്, നേർത്ത മഞ്ഞ് കഷ്ണങ്ങളായിട്ട് മാറും. അതിനെയാണ് എന്ത് പറയുന്നത്? സ്നോ എന്ന് പറയുന്നത്. ക്ലിയർ? താഴെ ഹെയിൽ സ്റ്റോൺസിന്റെ, ആലിപ്പഴത്തിന്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? ആലിപ്പഴമുണ്ട്, ഡ്യൂ ഡ്രോപ്സ് ഓൺ എ ലീഫ്, അതൊക്കെ പിക്ചേഴ്സ് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഫോഗ്, ഹെയിൽ, സ്നോ, 3 കാര്യങ്ങളും ക്ലിയർ ആയോ? ദെൻ അൽന, ഫോഗ് ഒന്ന് വായിച്ചു മോളെ. Fog. On winter mornings, water vapor in the air condenses on dust particles. This forms clouds just above the ground. This is called fog. You cannot see things or even close to you when there is a fog. Many road accidents happen due to fog, as drivers cannot see clearly. ഓക്കെ, എന്താണ്? നല്ല മഞ്ഞുള്ള ദിവസം രാവിലെ വാട്ടർ വേപ്പർ ഇൻ ദ എയർ, നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പർ എന്താകും? കണ്ടൻസേഷൻ വഴി എന്തായിട്ട് മാറും? മഞ്ഞായിട്ട് മാറുന്നു. ദെൻ ദിസ് ഫോം, അതെന്തായി മാറും? ചെറിയ ചെറിയ മേഘം പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടൻസേഷൻ എന്താണ്? വാട്ടർ വേപ്പർ വാട്ടർ ആയിട്ട് മാറുന്നു. പിന്നെ ആ ടൈനി വാട്ടർ ഡ്രോപ്സ് ഒക്കെ ക്ലൗഡ്സ് ആയി മാറുന്നു. ഹെവി ക്ലൗഡ്സ് ആവുമ്പോൾ മഴയുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ്? അത് നമ്മുടെ നിലത്ത് നിന്ന് കുറച്ച് ഉയർന്നിട്ട് ഇങ്ങനെ മുഴുവൻ പരന്ന് സ്പ്രെഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ഫോഗ് എന്ന് പറയുന്നത്. നല്ല ഫോഗ് ഉള്ള സമയത്ത് നമുക്ക് എന്താണ്? നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ പോലും കാണാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഒരു പുക പോലെയാണ് ഇങ്ങനെ കാണാറല്ലേ? എന്താണത്? നോക്കിയാൽ പുകയാണോ? പുകയല്ല. പക്ഷെ എന്താണ്? മഞ്ഞ് തന്നെയാണ്, മൂടൽ മഞ്ഞ്. കാണുമ്പോൾ എന്താണ്? ഫോഗ് പോലെ, പുക പിടിച്ച് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ സെക്കൻഡ്, ഹെയിൽ. ഫാത്തിമ മെഹ്ഫൂസ വായിച്ചു മോളെ.
When raindrops pass through very cold region of air, they freeze and become hail. Okay. Then when raindrops pass through a very cold region of air, they freeze and become hail. എന്താണ് നമ്മുടെ മഴത്തുള്ളികൾ വളരെ തണുത്ത എയറിലെ കൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ എന്തായിട്ട് മാറും? ഐസ് ക്രിസ്റ്റൽസ് ആയി മാറും. ആ ഐസ് ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെയിൽ എന്ന് പറയുന്നത്. Then next, ഷെഫി വായിച്ച മോളെ സ്നോ. Snow. When water vapor is suddenly cooled, it freezes into tiny white snowflakes. Yes. When water vapor is suddenly cooled. ഈ നീരാവി പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് എന്താകും? It freezes into tiny white snowflakes. ചെറിയ മഞ്ഞിന്റെ കഷ്ണങ്ങളായിട്ട് മാറുന്നു. അതിനെയാണ് എന്ത്? സ്നോ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. Then നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ പൊല്യൂഷൻ ആണ്. നമുക്കിനി പറയാൻ വേണ്ടി പോണ്ടത് വാട്ടർ പൊല്യൂഷൻ ആണ്. Then when unwanted substances mix with water in the rivers, lakes, oceans, ponds, wells and other water bodies, it is called water pollution. എന്താണ്? കുറച്ച് ശ്രദ്ധിക്കേണ്ട പോർഷൻസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴെന്താണ് ഈ കഴിഞ്ഞത് വരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോന്ന് മാത്രമാണ് ടഫ്. പക്ഷെ ഈ വാട്ടർ പൊല്യൂഷൻ നന്നായി ശ്രദ്ധിക്കണം. വാട്ടർ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് അധികം അറിയാത്ത കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. സാധാരണയായിട്ട് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വെള്ളം മലിനമാകുന്ന കാര്യങ്ങളല്ല, പക്ഷെ അതിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്ത് നല്ല വെള്ളമാക്കി മാറ്റുന്നു എന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാട്ടർ പൊല്യൂഷൻ ആണ് അതിന്റെ ബേസ് എങ്കിലും പ്യൂരിഫൈങ് വാട്ടറും ഇംപ്യൂരിഫൈങ് വാട്ടറും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. നോക്കാം നമുക്ക് വാട്ടർ പൊല്യൂഷൻ. പറഞ്ഞല്ലോ. Then when unwanted substances mix with water, എന്താണ്? വെള്ളത്തിൽ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് എന്താണ്? ആവശ്യമില്ലാത്ത സബ്സ്റ്റാൻസസ്, ആവശ്യമില്ലാത്ത ഘടകങ്ങളൊക്കെ വെള്ളത്തിൽ കൂടിച്ചേരുന്നു അല്ലേ? ഏതൊക്കെ വെള്ളത്തില്? റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ്, പോണ്ട്. ഏതാണ്? നദികളിലെയും തടാകങ്ങളിലെയും സമുദ്രങ്ങളിലെയും കുളത്തിലെയും കിണറിലെയും ഒക്കെ വെള്ളത്തിൽ എന്താണ്? ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൂടി കലരുമ്പോൾ അതിനെ എന്ത് നമ്മൾ പറയും? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയും. വെള്ളം മലിനീകരിക്കുന്നു, മലിനീകരണം എന്ന് നമ്മൾ പറയും അല്ലേ? അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അൺവാണ്ടഡ് സബ്സ്റ്റാൻസസ് മിക്സ് വിത്ത് water in the rivers, lakes, oceans, ponds, wells and other water bodies, it is called water pollution. ഇതിനെയാണ് ജലമലിനീകരണം എന്ന് നമ്മൾ പറയുന്നത്. നോക്കാം അല്ലേ എന്താണെന്ന്. റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. ഈ വെള്ളത്തിൽ നിന്ന് ഇംപ്യൂരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മലിനമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് കളയുന്നത്, എങ്ങനെയാണ് പുറത്താക്കുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. വാട്ടർ become polluted due to substances such as mud, sand particles, waste from factories and sewage. A variety of germs can breed in such water. Drinking polluted water can make us ill. Polluted water cause diseases like cholera, typhoid, diarrhea and jaundice. Many substances do not dissolve in water. They are called insoluble substances. Stone, sand and chalk are insoluble in water. Insoluble impurities can be removed in many ways. എന്താണ്? വെള്ളത്തിൽ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലേ? അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. Water become polluted due to substances such as mud, sand particle, wastage from the factories and sewage. എന്താണ്?
ഫാക്ടറികളിൽ നിന്നും ഒക്കെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ വെള്ളത്തിൽ. അതായത് ചെളി ഉണ്ടാവും, മണലുണ്ടാവും. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മുടെ കുളത്തിലെയും കിണറിലെയും ഒക്കെ വെള്ളത്തിൽ ഉണ്ടാവുന്നതാണ്. എല്ലാവരുടെയും കിണറിലെ വെള്ളത്തിൻ്റെ അകത്ത് എന്തുണ്ടാവും? ചെളി ഉണ്ടാവും അല്ലേ? ഉണ്ടാകാറില്ലേ? ഉണ്ടാകുമെന്നല്ല, ഉണ്ട്. എല്ലാ കിണറുകളിലും എന്തുണ്ട്? ചെളിയുണ്ട്, മണലുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ കോരി എടുക്കുമ്പോൾ എന്താണ്? നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാലും എല്ലാ കിണറുകളിലും എന്താണ്? മണലും പൊടിയും ചെളിയും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത കിണർ ഉണ്ടാവില്ല അല്ലേ? നമ്മൾ കിണർ കുഴിച്ച് എന്താണ് അതിൻ്റെ അകത്ത് ടൈൽസോ ഗ്രാനൈറ്റോ ഒക്കെ ഇട്ട് സെറ്റാക്കി വെള്ളവും ചളിയൊന്നും ഇല്ലാതെ ക്ലിയർ ആക്കിയിട്ടാണോ ഉപയോഗിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? വെള്ളം ഉണ്ടാവില്ല. മണ്ണിന്റെ അടിയിലാണ് എപ്പോഴും വെള്ളമുള്ളത്. അത് പ്യുവർ വാട്ടർ ആണ്. പക്ഷെ എന്നാലും അതിനകത്ത് എന്തുണ്ട്? എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വാട്ടർ ബിക്കം പൊല്യൂട്ടഡ്. വെള്ളം മലിനമാകുന്നത് എങ്ങനെയാണ് എന്നാണ്. ദെൻ മഡ്, സാൻഡ് പാർട്ടിക്കിൾ, വേസ്റ്റ്. പല വേസ്റ്റും ചെളിയും ഒക്കെ ഉണ്ടാവും അല്ലേ? പുഴയിലൊക്കെ വെള്ളമാണെങ്കിൽ എന്താണ്? ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വേസ്റ്റ് ഏതിലുണ്ടാവും? പുഴ വെള്ളത്തിൽ ഉണ്ടാവും അല്ലേ? മിക്കവാറും ആളുകൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ പുഴയിൽ വലിച്ചെറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ പുഴയിലെ വെള്ളവും ഒക്കെ എന്താണ്? മലിനമായിട്ടുണ്ടാകും. ദെൻ എ വെറൈറ്റി ഓഫ് ജേംസ് ക്യാൻ ബ്രീഡ് ഇൻ സച്ച് വാട്ടർ. അതിലെന്താണ്? ഒരുപാട് ജേംസ്, അണുക്കൾ ബ്രീഡ് ചെയ്യും അല്ലേ? ഈ വെള്ളത്തിലൊക്കെ അണുക്കൾ ബ്രീഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം അല്ലേ? ഷിഗല്ല ഡിസീസ് ഒക്കെ കൺഫേം ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. അത് ഇതിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത് എന്ന് പറഞ്ഞേ? വെള്ളത്തിൽ കൂടെയാണ് ഷിഗല്ല വരുന്നത് എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞത് അല്ലേ? ഇപ്പൊ എന്താണ്? കിണറിലെ വെള്ളത്തിലും പല സ്ഥലങ്ങളിലും ഷിഗല്ലയൊക്കെ എന്താണ്? കൺഫേം ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ് മോളെ ദേവാഞ്ജന? പെന്നിന്റെ ബോട്ടാണോ കയ്യില്? അപ്പോ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ വെള്ളം പൊല്യൂട്ടഡ് ആവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കിണറിലെ വെള്ളത്തിലൊക്കെ നമ്മൾ കാണുമ്പോഴെന്താണ്? അണുക്കളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിൽ ഇംപ്യൂരിഫൈഡ് ആയിട്ടുള്ള കുറെ അണുക്കളുണ്ട്. നമ്മുടെ ഷിഗല്ല ഒക്കെ ഫൗണ്ട് ചെയ്തതുപോലെ ഇതുപോലുള്ള ഒരുപാട് അണുക്കൾ ചിലപ്പോൾ വെള്ളത്തിൽ ബ്രീഡ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നത് അല്ലേ? തിളപ്പിച്ചാൽ 5-10 മിനിറ്റ് വെള്ളം നന്നായിട്ട് തിളക്കണം എന്നാണ്. നമ്മളൊക്കെ കുടിക്കാൻ തിളപ്പിക്കുന്നത് എങ്ങനെയാണ്? വെള്ളം തിളച്ച ഉടനെ നമ്മൾ ഓഫ് ചെയ്യും അല്ലേ? വെള്ളം തിളച്ചു എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ പേരൻസ് അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ വെള്ളം എന്ത് ചെയ്യണം? 5-10 മിനിറ്റിലധികം വെള്ളം നന്നായിട്ട് തിളക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള അണുക്കൾ നശിച്ചു പോവുള്ളൂ. നമ്മൾ എന്താണ്? വെള്ളം തിളപ്പിക്കും, വെള്ളം തിളച്ച ഉടനെ അത് ഓഫ് ചെയ്തിട്ട് വരും. പക്ഷെ നന്നായി വെള്ളം തിളച്ചാൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള അണുക്കൾ നശിച്ചു പോവുള്ളൂ. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ അകത്തും നമ്മുടെ കുളത്തിലും ഒക്കെ ഇങ്ങനെയുള്ള അണുക്കൾ ചിലപ്പോഴൊക്കെ നന്നായിട്ട് ബ്രീഡ് ചെയ്യും അല്ലേ? ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ അണുക്കൾ ബ്രീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ ക്യാൻ മേക്ക് അസ് ഇൽ. ഈ മലിനമായ വെള്ളം കുടിക്കുന്നത് നമ്മളെ അസുഖങ്ങൾ ഉണ്ടാക്കും അല്ലേ? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ മോശം വെള്ളം അല്ലെങ്കിൽ ഈ മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. മലിനമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന എന്താണ്? വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം എന്ന് നമ്മൾ പറയും. പക്ഷെ അതെന്താണ്? ചിലപ്പോൾ അതിൽ അണുക്കൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് വൃത്തിയാക്കി കുടിക്കുക. പൊല്യൂട്ടഡ് വാട്ടർ കുടിക്കുന്നത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നു. ദെൻ പൊല്യൂട്ടഡ് വാട്ടർ കോസ് ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ഡയറിയ. ഈ കോളറയും ടൈഫോയിഡും ഡയറിയും ജോണ്ടിസും ഇതൊക്കെ എന്താണ്? വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ്. ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ പൊല്യൂട്ടഡ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ്. വെള്ളത്തിലെ കൂടെ വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ടൈഫോയിഡ് ഒക്കെ വെള്ളം വഴി എന്താണ്? ഇതുപോലെ അണുക്കളൊക്കെ ബ്രീഡ് ചെയ്ത വെള്ളം നമ്മുടെ ഈച്ചയും കൊതുകുകളും ഒക്കെ ബ്രീഡ് ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, കൊതുകിനേക്കാൾ ഡേഞ്ചറസ് ആണ് ആര്? ഫ്ലൈ ഒക്കെ എന്താണ്? ഒരുപാട് ഡിസീസസിന് കാരണമാകും അല്ലേ നമ്മൾ ഈ പൊല്യൂട്ടഡ് വാട്ടർ കുടിക്കുമ്പോൾ. ദെൻ മെനി സബ്സ്റ്റാൻസസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ഒരുപാട് സബ്സ്റ്റാൻസസ് ഡിസോൾവ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതായത് അണുക്കൾ നമ്മൾ തിളപ്പിച്ചാൽ നശിച്ചു പോകാത്ത
ഒരുപാട് സബ്സ്റ്റാൻസസ് എവിടെയുണ്ട്? വെള്ളത്തിലുണ്ട്. They are called insoluble substances. അതിനെയാണ് എന്ത്? Insoluble substances എന്ന് പറയുന്നത്. Stone, sand and chalk are insoluble in water. വെള്ളത്തിൽ നശിച്ചു പോകാത്തതാണ് ഇതൊക്കെ. എന്ത്? കല്ലും മണലും ചോക്കും ഒക്കെ എന്താണ്? നമ്മൾ തിളപ്പിച്ചത് കൊണ്ട് മാത്രം നശിച്ച് പോകുകയില്ല. Then insoluble impurities can be removed in many ways. അങ്ങനെയുള്ള ഈ മണലിനെയും കല്ലിനെയും ഒക്കെ നമ്മൾ തിളപ്പിച്ചാൽ വെള്ളത്തിലുള്ള മണലും കല്ലും ചോക്കിന്റെ അംശമൊന്നും പോവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് കളയാൻ വേണ്ടി, വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, മറ്റ് ചില കാര്യങ്ങൾ എന്താണ് വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് എന്താണ്? സെഡിമെന്റേഷൻ ആൻഡ് ഡിസെൻറ്റേഷൻ എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമ്മുടെ ടൈം ഇപ്പൊ കഴിയാൻ വേണ്ടി പോവാണ്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതിനു മുമ്പ് ആ വാട്ടർ പൊല്യൂഷൻ ഒന്ന് വായിച്ച മോനെ അശ്വിൻ. വാട്ടർ പൊല്യൂഷൻ. Water pollution. Water became polluted. വാട്ടർ പൊല്യൂഷന്റെ താഴെയുള്ള when unwanted substances. When unwanted substances mix with water in the river, lakes, oceans, ponds, well, and other water bodies, it is called water pollution. Okay. Then താഴെയുള്ളത് കൂടെ ഒന്ന് വായിച്ചു മോനെ. റിമൂവിങ് impurities from water. ഓക്കെ, എന്നാ വേണ്ട ഷംവീൽ വായിച്ചു മോനെ. Removing impurities from water. Water because pollutions due to substances such as mud, sand, particles, waste from factories and such. Air barely for germs can breed in such water. Drinking pollution. Water can make useless. Pollution water cause diseases like cholera, typhoid, diarrhea, and Diarrhea and jaundice. Then ബാക്കി. Diarrhea absence do not develop in water. They are called incolor suspense. Stone, sand, and clay are in water. In snow, temperatures can be removed in many ways. ഓക്കെ. ദെൻ അത് രണ്ടും നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നുകൂടെ പറഞ്ഞ് സെഡിമെന്റേഷൻ ആൻഡ് ഡിസെൻറ്റേഷനും പറയാം. ദെൻ നിങ്ങളുടെ എക്സാം എന്താണ്? ഡേറ്റ് പറഞ്ഞല്ലോ, February 15 എക്സാം. നന്നായിട്ട് പഠിക്കുക, ഇപ്പോഴേ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അതൊക്കെ നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, ദെൻ ബൈ.